ഹൈ ട്രേഡേഴ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഓർഡർ ബ്ലോക്സ് ആണ്. ഓർഡർ ബ്ലോക്സ് എന്ന് പറയുന്നത് നമുക്ക് ഒരു ട്രേഡ് എടുക്കാനുള്ള എൻട്രീസും അതുപോലെ തന്നെ എക്സിറ്റും ഫൈൻഡ് ചെയ്യാനുള്ളൊരു ഒരു സോൺ ഫൈൻഡ് ചെയ്യലാണ് ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഓർഡർ ബ്ലോക്ക് നമ്മൾ കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല എൻട്രീസും കാര്യങ്ങളും ഫൈൻഡ് ചെയ്യാനായിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ ഓർഡർ ബ്ലോക്ക് എങ്ങനെ ഫൈൻഡ് ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇപ്പോൾ ഇതിലേക്ക് നമ്മുടെ ചാർട്ടിൽ വരാണെങ്കിൽ ഇവിടെ ഇതപ്പോൾ ഒരു നോർമൽ ചാർട്ട് ഞാൻ ചാർട്ടിൽ തന്നെ നിങ്ങൾക്ക് അനലൈസ് ചെയ്ത് കാട്ടിത്തരാം ഓർഡർ ബ്ലോക്ക് എങ്ങനെ ഫൈൻഡ് ചെയ്യണം കാര്യങ്ങളൊക്കെ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഓർഡർ ബ്ലോക്ക് ഫൈൻഡ് ചെയ്യാനായിട്ട് ഇതുപോലെ ഒരു ചാർട്ട് എടുത്തതിന് ശേഷം ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു അപ്പ് ട്രെൻഡ് വന്നിട്ടുണ്ട്. ഇവിടെ ആയിട്ട് ഇപ്പോൾ ഞാനൊരു മാർക്ക് ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ ഇവിടെ നിന്ന് ഒരു അപ്പ് ട്രെൻഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഇവിടെ ഒരു ഡൗൺ ട്രെൻഡിലേക്കാണ് മാർക്കറ്റ് പോയേക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഏരിയയിലാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ഡിലീറ്റ് ആക്കിയേക്കാം. അപ്പോൾ ഇങ്ങനത്തെ ഏരിയയിൽ നമ്മൾ ട്രേഡ് എടുക്കുന്നത് എങ്ങനെയാണ്, അതുപോലെ തന്നെ ഓർഡർ ബ്ലോക്ക് ഫൈൻഡ് ചെയ്യണം എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഇവിടെയായിട്ട് ഒരു അപ്പ് ട്രെൻഡ് ഞാൻ ജസ്റ്റ് മാർക്ക് ചെയ്ത് പോവാം. ഇപ്പോൾ ഇവിടെ ഞാനൊരു ലൈൻ വരയ്ക്കാം. ഇത് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പഠിച്ചതാണ് എന്താണ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചറാണ്. അപ്പോൾ ആ കാര്യം നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. അതിനുശേഷം ഇവിടെ ഒരു ലോ വന്നിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും മാർക്കറ്റ് മേളിലേക്ക് തന്നെ പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാം BOS. ഇതുപോലെ മാർക്ക് ചെയ്ത് പോകുമ്പോഴാണ് അത് കറക്റ്റായിട്ട് നമുക്ക് പ്രോപ്പറായിട്ട് കിട്ടത്തുള്ളൂ. പിന്നെ നിങ്ങൾ ട്രെയിൻ ചെയ്ത് അത്യാവശ്യം നല്ല രീതിയിലേക്ക് എത്തുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ഓർഡർ ബ്ലോക്സ് ഒക്കെ ഫൈൻഡ് ചെയ്യാനുള്ള ഒരു സ്കില്ല് നിങ്ങൾക്ക് ഡെവലപ്പായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ അടുത്ത ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനും നെയിം കൊടുത്തിട്ടുണ്ട്. ഇത്രയും കാര്യമുള്ള കഴിഞ്ഞല്ലോ. അപ്പോൾ ഈ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കാരണക്കാരനായ ഒരു ലോയാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ ഒരു ലോ നമുക്ക് ഇവിടെ വരയ്ക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ എന്താ പറയണത്, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പഠിച്ചായിരുന്നല്ലോ. ചേഞ്ച് ഓഫ് ക്യാരക്ടർ. അപ്പോൾ അത് നമുക്ക് ചേഞ്ച് ഓഫ് ക്യാരക്ടറായിട്ട് എടുക്കാം. അപ്പോൾ ഇങ്ങനത്തെ ചേഞ്ച് ഓഫ് ക്യാരക്ടേഴ്സോ അല്ലെങ്കിൽ ഇതുപോലെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചേഴ്സോ വരാണെന്നുണ്ടെങ്കിലാണ് നമുക്ക് ഓർഡർ ബ്ലോക്സ് ഫൈൻഡ് ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു പൊസിഷനിൽ മാർക്കറ്റ് റിവേഴ്സിൽ സംഭവിച്ച് ഇപ്പോൾ നമ്മൾ ഈ ഒരു ഏരിയയിൽ വെച്ചാണ് നമ്മൾ കാണുന്നതെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഒരു ഏരിയയുടെ ഉള്ളിലാണ് നമ്മളിപ്പോൾ മാർക്കറ്റ് നിലവിൽ നിൽക്കണേ എന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഇപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ഓർഡർ ബ്ലോക്ക് ഫൈൻഡ് ചെയ്യണ മെത്തേഡ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലേറ്റവും ലാസ്റ്റ് വന്നേക്കണ ടോപ്പ് ഹൈ ഏതാണ് നമ്മൾ ഫൈൻഡ് ചെയ്യുക. അപ്പോൾ ടോപ്പ് വന്നേക്കണ ഹൈ എന്ന് പറയുന്നത് ഏതാണ്, ഈ ഒരു ഏരിയയിലാണ് നമുക്ക് ഏറ്റവും ടോപ്പ് ഹൈ വന്നേക്കുന്നത്. ഇവിടെ അതിനേക്കാളും കുറവാണ്, ഇവിടെ അതിനേക്കാളും കുറവാണ്, ഇവിടെ അതിനേക്കാളും കുറവാണ്. അപ്പോൾ ഏറ്റവും ഹൈ വന്നേക്കുന്നത് ഈ ഒരു പോയിൻ്റല്ലേ. അപ്പോൾ ഈ ഒരു പോയിന്റിലാണ് നമ്മൾ മാർക്ക് ചെയ്യാൻ പോണത്. അപ്പോൾ ഇത് ഫൈൻഡ് ചെയ്യാനായിട്ട് ഈ മാർക്കറ്റിൻ്റെ ഏറ്റവും ഹൈക്ക് മുമ്പ് വന്നേക്കണ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ഉണ്ടാവും. ബുള്ളിഷ് ക്യാൻഡിൽ എന്ന് പറയുന്നത് ഗ്രീൻ ക്യാൻഡിലാണ്, മേളിലേക്ക് പോണ ക്യാൻഡിൽ. അപ്പോൾ ആ ക്യാൻഡിലാണ് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും, ഈ ഒരു പോയിന്റ് ഒരു റെഡ് കളർ ക്യാൻഡിലാണ് താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് മാർക്കറ്റിലേക്ക്. ഇവിടെ മുതൽ താഴേക്ക് റെഡാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, കാരണം ഈ ഒരു ഭാഗമാണ് ടോപ്പ്. അപ്പോൾ അതിന് മുമ്പ് വന്നേക്കണം അത്യാവശ്യം നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ ഏതാണ് നമ്മൾ ഫൈൻഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും, ഈ ഒരു ഹാമർ പോലിരിക്കണ ഈ ഒരു ക്യാൻഡിലാണ് നമുക്ക് ലാസ്റ്റ് വന്നേക്കണ ഒരു ഗ്രീൻ ക്യാൻഡിൽ. പിന്നെ അതിന് മുമ്പ് ഇവിടെയും അത്യാവശ്യം നല്ല എടുക്കുന്നുണ്ട്. തൽക്കാലം നമുക്ക് ഇവിടെ എടുക്കാം. അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്യണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ബോക്സിൻ്റെ ടൂൾ എടുക്കുക. അപ്പോൾ ഈ ഒരു ഏരിയയിലാണ് വന്നത്. അതിനുശേഷം ഈ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യണം. ഇത് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന ഒരു വിക്ക് ഉണ്ടോ, ഒരു ക്യാൻഡിലിന് ഒരു അറ്റം ഉണ്ടാവും, ഇതുപോലെ ലൈൻസായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഈ റെഡിൻ്റെ ഏറ്റവും അറ്റത്ത് തന്നെ കൊണ്ടുവന്ന് വെക്കുക, കാരണം അതാണ് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത്. അപ്പോൾ അവിടെയും കൂടി നമുക്ക് ജസ്റ്റ് മാർക്ക് ചെയ്ത് ഇങ്ങനെ വരച്ച് വെക്കാം. മറ്റേ അറ്റം ഈ ഒരു ഗ്രീൻ ക്യാൻഡിലിൻ്റെ അടിയിലായിരിക്കണം. ഈ ഗ്രീൻ ക്യാൻഡിലിൻ്റെ ഏറ്റവും ലോവസ്റ്റ് പോയിന്റ് തന്നെ ഈ ഒരു ഗ്രീൻ ക്യാൻഡിലിൻ്റെ ഈ ലൈൻ കണ്ട ഇതിൻ്റെ ഏറ്റവും അവസാനം കൊണ്ടുവന്ന് നോക്കണം. അപ്പോൾ ഇതാണ് ഒരു ഓർഡർ ബ്ലോക്ക് ഫൈൻഡ് ചെയ്യേണ്ട മെത്തേഡ്. അപ്പോൾ ഓർഡർ ബ്ലോക്ക് ഫൈൻഡ് ചെയ്യുന്നത് മനസ്സിലായി വിചാരിക്കുന്നു. നമുക്ക് ഇനിയും കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് മാറി കിട്ടും, അല്ലെങ്കിൽ റീവാച്ച് ചെയ്യുക. ഇപ്പോൾ ഇവിടെ നിങ്ങൾ ജസ്റ്റ് ഡ്രാഗ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ ഒരു ഏരിയയിലാണ് ഇപ്പോൾ കറൻ്റ് ട്രേഡ് നോക്കിക്കൊണ്ടിരിക്കണമെങ്കിൽ ഇപ്പോൾ ഇവിടെ നമ്മളൊരു ഓർഡർ ബ്ലോക്ക് നമ്മൾ ഫൈൻഡ് ചെയ്തു. എന്നിട്ട് ജസ്റ്റ് നമ്മൾ ഡ്രാഗ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും എന്ത് സംഭവിച്ചേക്കണത്. മാർക്കറ്റ് താഴേക്ക് ഇങ്ങനെ പോയതിന് ശേഷം വീണ്ടും മേളിലേക്ക് വന്നിട്ടുണ്ട്, പക്ഷേ ഓർഡർ ബ്ലോക്കിൽ ടച്ച് ആയിട്ടില്ല. തിരിച്ച് ഇവിടെ ഒരു ലിക്വിഡിറ്റി ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം തിരിച്ച് താഴേക്ക് പിന്നെയും വന്നു. വീണ്ടും ഇവിടെ നമ്മുടെ ഓർഡർ ബ്ലോക്കിൻ്റെ അകത്ത് കയറിയേക്കാണ്. നമ്മൾ ഓർഡർ ബ്ലോക്ക് ഫൈൻഡ് ചെയ്തായിരുന്നല്ലോ. ഈ ഓർഡർ ബ്ലോക്കിൻ്റെ ഉള്ളിലേക്ക് കയറിയതിന് ശേഷം മാർക്കറ്റ് എങ്ങനെ പോയാണത്, താഴേക്ക് പോയേക്കാണ്. ഇപ്പോൾ നിങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. നമ്മളിവിടെ ഒരു ട്രേഡ് എടുത്തായിരുന്നെങ്കിൽ, ഇപ്പോൾ ഇവിടെ ഒരു ഷോർട്ട് ട്രേഡ് ഞാൻ എടുക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ഇതിൻ്റെ എൻട്രീസ് ഞാൻ പറഞ്ഞുതരാം, അത് നമുക്ക് അടുത്ത എപ്പിസോഡ്സിലായിട്ട് നമുക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ കാണാനായിട്ട് പറ്റും നല്ല രീതിക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണ്
ഇതുപോലെ ഓർഡർ ബ്ലോക്ക് ഫൈൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കണ്ടോ, ഇപ്പോൾ ഇവിടെ നമുക്ക് പ്രോഫിറ്റ് അടിക്കും, സിമ്പിളായിട്ട് തന്നെ അടിക്കാനുള്ള കാര്യമുള്ളൂ. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് അടുത്ത ഓർഡർ ബ്ലോക്സും ഇതുപോലെ തന്നെ ഫൈൻഡ് ചെയ്യാം നമുക്ക്. ഇപ്പോൾ ഇത് ഈ ഏരിയയിൽ ഇപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു ഡൗൺവേർഡ്സ് മൂവ്മെൻറ്റ് നടന്നല്ലോ, ഇവിടെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ വേറെയും ഒരു ഓർഡർ ബ്ലോക്ക് ഫൈൻഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇപ്പോൾ ഇതിൽ ഇവിടെ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ കാണാനായിട്ട് പറ്റും. കുറച്ച് സൂം ചെയ്ത് കാണിക്കുമ്പോഴാണ് കുറച്ചും കൂടി ബെറ്ററായിട്ട് മനസ്സിലാവുക. ഇവിടെ ഓൾറെഡി ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ സംഭവിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അത് നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് ഇറങ്ങുമ്പോഴാണ് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവുള്ളൂ ഇവിടെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ വന്നേക്കണത്. ഇപ്പോൾ ജസ്റ്റ് തൽക്കാലം നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഇല്ലാണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അതെ, ഇവിടെ ഒരു ഓർഡർ ബ്ലോക്കും കൂടി വന്നിട്ടുണ്ട്, ബ്രേക്ക് ഓഫ് സ്ട്രക്ചറും കൂടി വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വന്നതിന് ശേഷം ഇവിടെ വീണ്ടും മാർക്കറ്റ് ഇതുപോലെ ചാടി കളിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് പൊങ്ങിയേക്കണ മൂവ്മെൻറ്റ് ഇത് ഈ ഒരു അപ്വേർഡ്സ് ആയിട്ടുള്ളൊരു മൂവ്മെൻറ്റാണ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നത്. ഇത് ഇങ്ങനെ കുതിച്ച് പൊങ്ങിയിട്ടുണ്ട്. ഓക്കെ, കുറേ ഗ്രീൻ അടിച്ചടിച്ചാണ് മേളിലേക്ക് പോയേക്കണത്. അപ്പോൾ അവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ഫൈൻഡ് ചെയ്യണം എങ്ങനെയാണ്, അതിന് തൊട്ട് മുമ്പ് ഈ ഒരു ഗ്രീനിന് തൊട്ട് മുമ്പ് വന്നേക്കുന്നത് ഇപ്പോൾ മാർക്ക് ചെയ്ത് കാണിച്ചു തരാം. ഈ ഒരു ഹൈപ്പ് വന്നിട്ടുണ്ടല്ലോ, അപ്പോൾ ഇതിന് തൊട്ട് മുമ്പ് വന്നേക്കുന്നത് ഏതാണ്, ഈ ഒരു റെഡ് ക്യാൻഡിലായിരിക്കും തൊട്ട് മുമ്പ് വന്നേക്കുന്നത്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഡിലീറ്റ് ആക്കാം. ഓക്കെ, ഈ ഒരു റെഡ് ക്യാൻഡിലല്ലേ വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് ജസ്റ്റ് മാർക്ക് ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ഏരിയ എടുക്കുന്നതിന് പകരം വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ഏരിയ എടുക്കാം. ഇതും കുറച്ചും കൂടി ഓർഡർ ബ്ലോക്ക് കിട്ടുന്ന ഏരിയ തന്നെയാണ്. കാരണം ഇവിടെ അത്യാവശ്യം ഗ്രീൻ ക്യാൻഡിലും ഉണ്ട്, റെഡ് ക്യാൻഡിലും ഉണ്ട്. ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ഒരു റെഡ് ക്യാൻഡിലാണ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് വരുന്നത്. ചെറിയ ബോഡിയാണ് ഈ ഒരു റെഡ് ക്യാൻഡിലിനുള്ളൂ. അപ്പോൾ ഞാനൊരു പണി ചെയ്യാം, ഇതിന് ഫ്രണ്ടിലുള്ള ഈ ഒരു റെഡ് ക്യാൻഡിൽ നമുക്ക് ഓർഡർ ബ്ലോക്ക് ആയിട്ട് ഫൈൻഡ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും നോക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിലും ഇവിടെ അത്യാവശ്യം നല്ല പുഷ് കിട്ടിയേക്കണ ഏരിയ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് ഈ ഒരു ഏരിയ ആണ്. ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ഡൗൺവേർഡ്സ് വന്നതിന് ശേഷം ഇതാണല്ലോ ഏറ്റവും ഡൗണിൽ കിടക്കുന്നത്. അപ്പോൾ ഈ ഒരു ഏരിയ എടുക്കാം, ഈ ഒരു ഏരിയ എടുക്കണ്ട തൽക്കാലം. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു ഓർഡർ ബ്ലോക്ക് വരയ്ക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ക്യാൻഡിലാണ് നമ്മൾ നോക്കുന്നത്. ഒപ്പം ഇതും ഏറ്റവും അടിയിലുള്ള ക്യാൻഡിലാണ്. തൽക്കാലം ഈ ഒരു ഗ്രീനിൻ്റെ ഫ്രണ്ടിൽ കിടക്കുന്ന ക്യാൻഡിൽ ഏതാ, ഇതല്ല. അപ്പോൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ തൊട്ടിപ്പുറം കിടക്കണ ഗ്രീൻ ക്യാൻഡിലിൻ്റെ വിക്കും കൂടി കൂട്ടി ചേർത്തിട്ട് വേണം വരയ്ക്കാൻ. നമ്മൾ ഇവിടെ പഠിച്ചല്ലോ, ഇവിടെ പഠിച്ചപ്പോൾ നമ്മൾ ഈ ഒരു ഗ്രീൻ ക്യാൻഡിലിൻ്റെ ടോപ്പ് ഏതാണോ അതാണ് കൂട്ടി വരച്ചത്. അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു റെഡ് ക്യാൻഡിലിൻ്റെ ഡൗൺവേർഡ്സ് ഏറ്റവും എവിടെയാണോ കിടക്കുന്നത് അവിടെയാണ് നമ്മൾ വരച്ചേക്കുന്നത്. ഈ ഒരു ഗ്രീൻ ക്യാൻഡിലിൻ്റെ ടോപ്പിലും കൂടി കൂട്ടി മുട്ടിച്ചിട്ടാണ് വരച്ചേക്കുന്നത്. അതിനുശേഷം നമ്മളിവിടെ നീട്ടി കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും മാർക്കറ്റ് അപ്വേർഡ്സ് പോയിട്ടുണ്ട്, ലിക്വിഡിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനുശേഷം റിട്ടേൺ വന്ന് അടിച്ച് ഈ ഒരു പോയിന്റിൽ നമ്മുടെ പ്രൈസ് ഇവിടെ വന്ന് ഹിറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നമ്മളൊരു ട്രേഡ് എടുത്തായിരുന്നെങ്കിൽ, ഇവിടെ ഒരു ലോങ് പൊസിഷൻ എടുത്തായിരുന്നെങ്കിൽ, ഇപ്പോൾ ഇവിടെ സ്റ്റോപ്പ് ലോസ് നോക്കാം, ഇവിടെ എടുത്തായിരുന്നെങ്കിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഈ ഒരു ട്രേഡ് സക്സസ്ഫുള്ളി ഹിറ്റാണ്. ഓക്കെ, ഇവിടെ നമുക്ക് അവിടെ പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. അതുപോലെ നമുക്ക് ഇപ്പോൾ വേറെ ചാർട്ട് ഇതുപോലെ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പോൾ ഈ ഒരു ഏരിയ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ ഞാൻ ജസ്റ്റ് മാർക്ക് ചെയ്ത് തരാം. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ഹൈ പോയിന്റ് ഇവിടെയൊക്കെ ഓരോ ബ്രേക്ക് ഓഫ് സ്ട്രക്ചേഴ്സ് ഉണ്ടായി പോവാണ്. ഓക്കെ, അതൊക്കെ നിങ്ങൾ ഓർമ്മ വേണം. ബ്രേക്ക് ഓഫ് സ്ട്രക്ചേഴ്സൊക്കെ ഉണ്ടായി ഇങ്ങനെ പോകണം. ഓക്കെ, ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഞാൻ അടുത്തത് അപ്പ് സൈഡിലേക്ക് വീണ്ടും ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഇവിടെ നിലവിൽ സംഭവിച്ചിട്ടില്ല. പക്ഷേ നമുക്കിവിടെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഉണ്ടായതിനു ശേഷം അത്യാവശ്യം നല്ലൊരു ഹൈപ്പ് കിട്ടിയിട്ടുണ്ട്. ഇതാണ് ഏറ്റവും ടോപ്പ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ ടോപ്പിലെ പോയിന്റും അതിന് തൊട്ട് മുമ്പുണ്ടായ ഗ്രീൻ ക്യാൻഡിൽ ഇതാണ്. അപ്പോൾ അതിൻ്റെ വിക്ക് ഇവിടെ മുതൽ ഈ ഒരു ഏരിയ വരെയാണ് നമുക്ക് ആ ഒരു ഓർഡർ ബ്ലോക്ക് കിട്ടുന്നത്. അപ്പോൾ ഞാനിത് ഇവിടെ നിന്ന് ഈ ഒരു ഏരിയയിൽ നിന്ന് ഈ സാധനം മുട്ടിച്ചുകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ വരയ്ക്കുന്നു. അതിനുശേഷം നമുക്ക് ചാർട്ടൊന്ന് നീക്കി കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ നിന്ന് സംഭവിച്ചത് മാർക്കറ്റ് താഴേക്ക് പോയിട്ടുണ്ട്, വീണ്ടും തിരിച്ച് കയറി, ഇതുപോലെ തന്നെ താഴേക്ക് പോയി, തിരിച്ച് ഇത്രയും കയറി, തിരിച്ച് മാർക്കറ്റ് നല്ല താഴ്ചയിലേക്ക് പോയിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഇത്രയുള്ള ഓർഡർ ബ്ലോക്സും കാര്യങ്ങളൊന്നും എടുക്കരുത്. കാരണം ഇത്രയും വലിയ ഓർഡർ ബ്ലോക്സ് ഒന്നും എടുക്കരുത്. നീളമുണ്ടെങ്കിൽ ഇതിനെ റിഫൈൻ ചെയ്യാൻ പറ്റും. റിഫൈൻ ചെയ്യേണ്ടത് ഇതിൻ്റെ ഒരു ഹാഫ് എടുത്തിട്ടാണ്. അതിപ്പോൾ ഇവിടെ ഗ്യാങ് ബോക്സിൽ കയറുകയാണെന്നുണ്ടെങ്കിൽ ഈ ഗ്യാങ് ബോക്സ് വെച്ചിട്ട് നമ്മുടെ ഓർഡർ ബ്ലോക്കിനെ ജസ്റ്റ് വരച്ചു കൊടുക്കുക. അതിൻ്റെ പകുതി എത്രയാണ്, ഈ ഒരു പകുതി. അപ്പോൾ നമുക്ക് ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ പകുതി ഇതാണ് നമുക്ക് ഓർഡർ ബ്ലോക്കായിട്ട് നമ്മൾ വെക്കാൻ പോണത്. ഓക്കെ, അപ്പോൾ ഗ്യാങ് ബോക്സ് ഉപയോഗിക്കുന്നത് ഇതിനു വേണ്ടിയാണ്. ഗ്യാങ് ബോക്സിൻ്റെ സെറ്റിങ്സിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടെ കാണാൻ പറ്റും. ഞാൻ എന്താണ് ഇവിടെ സെറ്റിങ്സിൽ കൊടുത്തേക്കുന്നത് അതുപോലെ തന്നെ ഈ ടിക്ക് ഇട്ടേക്കുന്നത് 0, പിന്നൊരു ടിക്ക് ഇട്ടേക്കുന്നത് 1, പിന്നൊരു ടിക്ക് ഇട്ടേക്കുന്നത് 0.5. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറും കൊടുക്കാം. സ്റ്റോക്ക് ബട്ടൺ അടിക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും മാർക്കറ്റ് ഇങ്ങനെ താഴേക്ക് വന്നിട്ടുണ്ട്, റിട്ടേൺ വന്നിട്ട് നമ്മുടെ ഓർഡർ ബ്ലോക്കിൻ്റെ അകത്തേക്ക് കയറിയിട്ടുണ്ട്. ആൻഡ് ഇവിടെ എന്താ സംഭവിച്ചേക്കുന്നത്, ഒരു ട്രേഡ് എടുത്തായിരുന്നെങ്കിൽ നമ്മളൊരു ഷോർട്ട് പൊസിഷൻ ഇവിടെ എടുക്കാമായിരുന്നെങ്കിൽ ഇവിടെ സ്റ്റോപ്പ് ലോസും വെക്കാം.
ആൻഡ് പ്രോഫിറ്റ് അടിച്ചിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഓർഡർ ബ്ലോക്സും കാര്യങ്ങളും ഫൈൻഡ് ചെയ്യണത്. ഓക്കെ, ഇപ്പോൾ ഇതുപോലെ തന്നെ ഇത് എത്രത്തോളം നമ്മൾ നീട്ടി വെക്കണം, എത്രത്തോളം പ്രോഫിറ്റിലേക്ക് വെക്കണം എന്നുള്ളത് നമ്മൾ അടുത്തടുത്ത എപ്പിസോഡ്സിൽ പറയുന്നതായിരിക്കും. ഇപ്പോൾ അതിനെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഓർഡർ ബ്ലോക്ക് നമ്മൾ ഫൈൻഡ് ചെയ്യാം. ഇപ്പോൾ ഇവിടെയുള്ള ഓർഡർ ബ്ലോക്ക് എന്ന് പറയുമ്പോൾ ഇവിടെ ഇങ്ങനെ ഹൈപ്പ് വന്നിട്ടുണ്ട്. ഇതിനെ ഈ ഒരു റെഡ് ക്യാൻഡിലാണ് ഇവിടെ ഒരു ഓർഡർ ബ്ലോക്കായിട്ട് വന്നേക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഗ്രീൻ ക്യാൻഡിലിൻ്റെ ഏറ്റവും ടോപ്പ്. ഓക്കെ, ഇവിടെയും ഇതുപോലെ തന്നെ നമുക്ക് ഗ്യാങ് ബോക്സ് ഇടാം. ഗ്യാങ് ബോക്സ് ഇട്ടതിന് ശേഷം ഇതിൻ്റെ ഹാഫ്, ഇത്രയും വലിയ ഓർഡർ ബ്ലോക്സ് നമുക്ക് വേണ്ട. ഓക്കെ, ഇങ്ങനെ ഹാഫ് വരയ്ക്കുക. അതിനുശേഷം ഇതൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യുക. ഓക്കെ, ഇതേ അടിയിൽ ഓർഡർ ബ്ലോക്കിൽ വന്നിട്ട് ഹിറ്റായിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ടാർഗറ്റ് വെക്കേണ്ടത്, ഈ ഒരു ഏരിയയിൽ. ഓക്കെ, ടാർഗറ്റും കാര്യങ്ങളൊക്കെ എവിടെ വെക്കണം, എങ്ങനെയാണ് പ്രോഫിറ്റ് എടുക്കണമെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ, സിമ്പിളാണ്. ഇതുപോലെയാണ് ഫൈൻഡ് ചെയ്യേണ്ടത്. ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ ചാർട്ടിലേക്ക് കയറിയിട്ട് ഇതുപോലെ ഫൈൻഡ് ചെയ്യാനായിട്ട് സിമ്പിളായിട്ട് പറ്റുന്നതായിരിക്കും. ഓക്കെ, ഇതുപോലെ നിങ്ങൾ എവിടെ നോക്കിയാലും നിങ്ങൾക്ക് ഓർഡർ ബ്ലോക്സ് ഇതുപോലെ ഫൈൻഡ് ചെയ്ത് പോകാനായിട്ട് പറ്റും. കാരണം അത് സിമ്പിളാണ് ഓർഡർ ബ്ലോക്ക് ഫൈൻഡ് ചെയ്യുന്നത്. അത് നിങ്ങൾ ജസ്റ്റ് ചാർട്ടിൽ കയറാം, അനലൈസ് ചെയ്യുക, വെറുതെ നോക്കിയാൽ മതി. അപ്പോൾ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം ഓർഡർ ബ്ലോക്സും കാര്യങ്ങളും ഫൈൻഡ് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾ ഫൈൻഡ് ചെയ്ത് നോക്കുക, അണ്ട് അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റിൽ ഇടുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ വരാം. പിന്നെ എല്ലാവരും സബ് ചെയ്ത് വെച്ചു. നമുക്ക് അടുത്തടുത്ത എപ്പിസോഡ്സ് വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് നോട്ടിഫിക്കേഷൻ ഓണാക്കി വെച്ചു. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത എപ്പിസോഡിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ.